എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജ് ബർഗർ. ഞാൻ ഓൾറെഡി ചിക്കൻ ബർഗർ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സും റിക്വസ്റ്റ് ചെയ്തു വെജ് ബർഗറും കൂടി പോസ്റ്റ് ചെയ്ത് അവർക്ക് കാണണമെന്ന്. അതിനാൽ ഞാൻ ഇന്ന് വെജ് ബർഗർ ഉണ്ടാക്കുന്നു. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. വെജ് ബർഗർ ഉണ്ടാക്കുന്നതിനുള്ള പാറ്റീസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ ഒനിയൻ കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് പനീർ, ഹോം മെയ്ഡ് പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇത് 1/2 കപ്പ് ചനാദാൽ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇത് 1/2 കപ്പ് ബീൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് 1/2 കപ്പ് കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് 1/2 കപ്പ് മട്ടർ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്, ഇത് ബ്രെഡ് ക്രംസ്, ഇത് ഓയിൽ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ഈ എണ്ണയൊന്ന് ചൂടാകട്ടെ. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇടാം. ഒരു 10 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, മീഡിയം ഫ്ലെയിമിൽ വെച്ചു. സവോള ഇടുന്നു. ബ്രൗൺ ആകണ്ട, ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. ഇതൊന്ന് വെന്താലും മതി. ഇതിലേക്ക് നമ്മൾ ഈ ബീൻസ് ഇടുന്നു, ക്യാരറ്റ് ഇടുന്നു, കോളിഫ്ലവർ ഇടുന്നു. കോളിഫ്ലവർ ഓപ്ഷനലാണ്. നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ കോളിഫ്ലവർ ഇടാം, കാബേജ് വേണമെങ്കിൽ കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം. ഇതിലേക്ക് നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന മട്ടർ ഇടുന്നു, പനീർ ഇടുന്നു, പനീറും ഓപ്ഷനലാണ്. പനീർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ പനീർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണമെന്ന് നിർബന്ധമില്ല. ഇതിലേക്ക് നമ്മൾ ഉപ്പിടുന്നു, കുരുമുളക് പൊടി ഇടുന്നു. ഇനി നമ്മളിത് ഒരു 5 മിനിറ്റ്സ് നമ്മളിത് മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഈ പച്ചക്കറിക്കകത്തെല്ലാം വെള്ളമയം ഉള്ളതുകൊണ്ട് ഈ വെള്ളമയം ഇരുന്നാൽ നമ്മൾ പാറ്റീസ് ഉണ്ടാക്കുമ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. 5 മിനിറ്റായി. നിങ്ങൾ 5 മിനിറ്റ് ഇളക്കുന്ന സമയത്ത് മൂടി വെക്കരുത്. മൂടി വെച്ചാൽ അതിൻ്റെ അകത്ത് വെള്ളമയം പോകാനായിട്ടാണ് നമ്മൾ ഈ 5 മിനിറ്റ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളമയം പോകത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചെടുത്ത് ഞാൻ വെക്കുന്നു. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ബാക്കി ഇതിലേക്ക് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നു. ഇതിലേക്ക് ഞാനൊരു സ്വല്പം മല്ലിയിലയും കൂടെ ഇടുന്നു. മല്ലിയില ഓപ്ഷനലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണമെന്നൊരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ചാട്ട് മസാലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ
ഗരം മസാലപ്പൊടിയും ഇതിൻ്റെ അകത്ത് ചേർക്കാം. പക്ഷേ ഒത്തിരി സ്പൈസി എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഐ പ്രിഫർ ദിസ്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം തണുക്കാനായിട്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാറ്റീസ് ഉണ്ടാക്കണം. ഇനി ഇത് ഞാൻ ഈ പച്ചക്കറി കുറച്ചെടുത്ത് വെച്ചിരുന്നത് ഈ പരിപ്പ് അതായത് ചണാദാൽ സ്വല്പം ഉപ്പിട്ട് വേവിച്ച് വെള്ളമൊക്കെ പറ്റിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഡയബറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒത്തിരി കൂടുതലായതുകൊണ്ട് അത് ഡയബറ്റീസിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ പരിപ്പ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള പാറ്റീസ് ഉണ്ടാക്കാം. ഇത് ഞാൻ 1 കപ്പ് ചീസ് ക്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 കപ്പ് ചീസ് ഉണ്ട്. ഇത് ഓപ്ഷനലാണ്. നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടാം, ഇല്ലെങ്കിൽ വെറുതെ ഈ വെജിറ്റബിളും അതിലും കൂടെയുള്ള പാറ്റീസ് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് ചെറുതായിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചീസ് ഇടുന്നു, ചീസ് ഫില്ല് ചെയ്യുന്നു. ചീസ് വെളിയിലൊട്ടും വരരുത്, ചീസ് ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ ഇരിക്കണം. വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വെണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനും അതങ്ങ് മെൽറ്റ് ചെയ്യും. ഇനി ഇത് അടയ്ക്കുക, അതായത് നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഇനി ഇത് ഷേപ്പാക്കി എടുക്കുക. നിങ്ങൾ ഈ മിക്സർ ഉണ്ടാക്കുമ്പം ഇത് ഇച്ചിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് പെർഫെക്റ്റാണ്, അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇനി ഞാനിത് ബ്രെഡ് ക്രംസിൽ മുക്കുന്നു. എന്നിട്ട് ഇവിടെ വെക്കുന്നു. മീൻവേൽ നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. എണ്ണ ഇത് 75 ml കൊള്ളുന്ന സ്പൂണാണ്. എണ്ണ എനിക്കൊരു 150 ml എങ്കിലും ഒഴിക്കേണ്ടി വരും. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഡീപ് ഫ്രൈക്കാണെങ്കിൽ കുറേ അധികം എണ്ണ ഒഴിക്കണം നമ്മൾ. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേനും ബാക്കി പാറ്റീസും കൂടെ ഉണ്ടാക്കാം. എണ്ണ ചൂടായി, അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം. ഈ ബ്രെഡ് ക്രംസ് കാരണം ഒരു ചെറിയ ബ്രൗൺ കളർ കൂടുതൽ വരും, പക്ഷേ അതുകൊണ്ട് ടേസ്റ്റിനൊരു വ്യത്യാസവും വരുന്നില്ല. ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് ഉരുളക്കിഴങ്ങിന് പകരം പരിപ്പ് വെച്ചുള്ള പാറ്റീസ്. പരിപ്പിൽ ഞാൻ ചീസ് ഇടുന്നു. ഇതായി ഒരു 4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് ആയി, നമുക്കിത് മറിച്ചിടാം. നിങ്ങളുടെ മിക്സർ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മൈദയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മിക്സർ പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് മൈദയിൽ മുക്കിയിട്ട് വേണം ഇത് ഈ പാറ്റീസ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൈദയിൽ മുക്കണം. പക്ഷേ നമ്മുടെ മിക്സർ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതായിട്ടുണ്ട്, നമുക്ക് ഇത് എടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഈ
ബർഗർ ബണ്ണ് നമ്മൾ കട്ട് ചെയ്യുന്നു. 2 പീസാക്കി ഇതിൽ നമ്മൾ സ്വല്പം ബട്ടർ പുരട്ടുന്നു. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾ മയോണീസ് സോസ് ഇടുന്നു. മയോണീസ് സോസ് ഇത് ക്രീം കൊണ്ടുണ്ടാക്കിയ മയോണീസ് സോസാണ്. മയോണീസ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ചിക്കൻ ബർഗർ ഉണ്ടാക്കിയപ്പം അതിൽ പറഞ്ഞിരുന്നു. മയോണീസ് സോസ് ഞാനിട്ടു. ഇത് രണ്ടാണ് നമ്മുടെ ബേസ്. ബേസിൽ ആദ്യം ഞാൻ കുറച്ച് കാബേജ് ഇടുന്നു. കാബേജിന് പകരം നിങ്ങൾക്ക് സലാഡ് പത്ത വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ തന്നെ വെക്കാം. ഇതിൻ്റെ പുറത്ത് ഞാനൊരു സ്വല്പം ടൊമാറ്റോ സോസ് ഒഴിക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഒനിയൻ വെക്കുന്നു. ഇതിൻ്റെ കൂടെ കക്കടി വെക്കുന്നു. കക്കടി എന്ന് പറഞ്ഞാൽ കുക്കുംബർ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ടൊമാറ്റോ വെക്കുന്നു. ടൊമാറ്റോൻ്റെ സ്ലൈസ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കിയ പാറ്റീസ് വെക്കുന്നു. പാറ്റീസ് നിങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മൈദയിൽ മുക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ വെളിയിൽ വരും. എക്സ്പേർട്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പും കൊണ്ട് കവർ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പേപ്പർ നാപ്കിൻ എടുത്ത് അതിലേക്ക് ഈ ബർഗർ വെക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടൂത്ത് പിക്ക് വെക്കുന്നു. ഈ മയോണീസ് സോസ് ഞാൻ 15 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഒരാഴ്ച ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം അതെടുത്ത് ഫ്രീസറിൽ വെച്ചു. അതുപോലെ തന്നെ ഈ പാറ്റീസൊക്കെ ഉണ്ടാക്കാൻ സമയം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ബർഗർ ഉണ്ടാക്കുമ്പം പാറ്റീസ് കൂടുതൽ ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിന് മുകളിലായിട്ട് വെക്കരുത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പം ബർഗർ ഉണ്ടാക്കണോ ആ സമയത്തെടുത്ത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വെജ് ബർഗർ ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.